ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ പതിവ് പോലെ തന്നെ നമ്മുടെ ചുറ്റാനുള്ള സമയമായിക്കണ്. അപ്പം നമ്മൾ എല്ലാവരും റെഡിയായി നിൽക്കുക കേട്ടോ. കുട്ടികളൊക്കെ നേരത്തെ തന്നെ ഒരുങ്ങിയിട്ട് പിന്നെ ഫോൺ കാണുന്ന തിരക്കിലാണ്. കുട്ടികളോട് നേരത്തെ തന്നെ ഒരുങ്ങാൻ പറയും കേട്ടോ, കാരണം അവരൊരുങ്ങിയാൽ തന്നെ പകുതി ടെൻഷൻ കഴിയും. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് വെളിയിൽ ഇറങ്ങാറ്. അങ്ങനെ പിന്നെ കുറച്ച് സ്നാക്സും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ വെളിയിൽ ഇറങ്ങുകയാണ് പറഞ്ഞിട്ട് മോള് കാറിൻ്റെ അടുത്ത് പോയതാണ്. റിട്ടേൺ വരുന്നുണ്ട് കേട്ടോ, ഞങ്ങളെ കാണാത്തത് കൊണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ലേറ്റ് ഇവനാണ് കേട്ടോ, അതുവരെ ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റാണ് ഷൂടാൻ എണിച്ച് വരുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തു, അതൊക്കെ അവന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഖത്തറിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഇന്ന് നമ്മൾ കാണാൻ പോണത്. ഈ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അതിൻ്റെ എന്താ പറയുക, ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സും കളർഫുൾ സിറ്റി എന്നാണ് കേട്ടോ ഇത് ഏകദേശം അറിയപ്പെടുന്നതും. ഈ ഒരു സ്ഥലം കാണാൻ പോകുന്ന സമയത്ത് ഒരു സൺസെറ്റ് ഉള്ള ആ ഒരു സമയത്ത് തന്നെ പോകണം കേട്ടോ, എങ്കിലാണ് അത് ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അത്യാവശ്യം നല്ല വെയിലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഖത്തറിൽ അത്യാവശ്യം ചൂടും തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊന്ന് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ, വെയിലിൽ അത്രയും വെയിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിൽ എത്തിയിട്ടുണ്ട്. കാനത്ത് കോർട്ട്യാർഡാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് വെനിസൽ മോഡലിലാണ് ഈ ഒരു ബിൽഡിങ്സ് ഒക്കെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൽ പേസ്റ്റൽ കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടിയാണ് കേട്ടോ കനാൽ പോണത്. അതും കാണാൻ കൂടുതൽ ഭംഗി തരുന്നുണ്ട്. പിന്നെ ഇതൊരു ബീച്ചിൻ്റെ സൈഡായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ ക്രസൻറ്റ് ടവറും ഈ ഒരു ലൊക്കേഷൻ നോക്കി പറഞ്ഞാൽ നമ്മുടെ പുറകിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ ഒരു നല്ലൊരു വ്യൂസാണ്. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു പ്ലേസാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കാഴ്ചകളും കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നടക്കുക, വീഡിയോസൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുകയാണ്. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അത് കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോയ ടൈം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റും വീഡിയോസും എടുക്കുന്നതും ഫോട്ടോസും ഒക്കെ നല്ല രസത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി വൈകി പറഞ്ഞാൽ ഈ ഒരു ഭംഗി ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. ശരിക്കും ഈവനിങ് ടൈം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. അങ്ങനെ ഞാൻ കുറച്ച് റീൽസിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ. എക്സ്ട്രാ ഈ ഒരു സ്ഥലം കൂടുതൽ അങ്ങോട്ട് എടുക്കാൻ വിട്ടുപോയി. കുറച്ച് ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് റീൽസ് എടുക്കണം എന്നാണ് ഓർമ്മ വന്നത്. അങ്ങനെ കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തു. അതിന് ശേഷം നമ്മൾ പേൾ ഓഫ് ഖത്തറിൽ ഇനി വേറൊരു ഭാഗത്ത് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. ജസ്റ്റ് ആ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ അവിടെയൊക്കെ കറങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് ചെറുതായി ഒന്ന് വിശന്നപ്പോൾ പിന്നെ പറഞ്ഞു എന്നാൽ ഈ മക്ഡൊണാൾഡിൽ പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഐസ്ക്രീം വാങ്ങിച്ചു. കഴിച്ചില്ല, ഷുഗർ കണ്ടൻ്റ് ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ച്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെയുള്ള. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.